ബാക്ക് ടു സാലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം മിസ്സാണ്. ഓക്കെ, മക്കളെ എല്ലാവരും റാഷണൽ നമ്പർ എന്നുള്ള ചാപ്റ്റർ നമ്മളെ ലൈവിലൊക്കെ സെറ്റ് ആയിട്ട് തകർത്ത് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആണ് പഠിക്കാൻ. കാരണം ഇതേ ചാപ്റ്റർ തന്നെ അല്ലെ, ഇതേപോലെ തന്നെ ഇതിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ ഒരു ഫ്രാക്ഷൻസ് ഒക്കെ ഉള്ള ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഫ്രാക്ഷൻസ് പഠിക്കുന്ന പോലെ തന്നെയാണ് റാഷണൽ നമ്പേഴ്സ് പഠിക്കാൻ, വളരെ എളുപ്പമാണ്. അപ്പൊ ഈ ചാപ്റ്റർ പഠിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും അധികം പഠിച്ച ഒരു വേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമായിരിക്കും ഇക്വാലന്റ് റാഷണൽ നമ്പർ. നമ്മൾ പറഞ്ഞ കാര്യമാണ് ലൈവില്. എന്തായിരുന്നു ഇക്വാലന്റ് റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാല്? എടാ, ഇക്വാലന്റ് എന്നുള്ള വേർഡിൽ തന്നെ അതുണ്ട്. വളരെ സിമ്പിൾ ആണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇക്വാലന്റ് മീൻസ് എന്താണ്? ഈക്വൽ ആയിരിക്കണം ശരിക്കും. അപ്പൊ ഒരു റാഷണൽ നമ്പറിനോട് ഈക്വൽ ആയ മറ്റൊരു റാഷണൽ നമ്പർ നമുക്ക് കണ്ടുപിടിക്കണം. അത് വളരെ സിമ്പിൾ ആണ്. ഞാനോട് ചുമ്മാ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ -2/3 എന്ന് പറഞ്ഞ റാഷണൽ നമ്പർ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഞാൻ ഒരേ നമ്പർ കൊണ്ട്, ശ്രദ്ധിക്കണം, ഒരേ നമ്പർ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന് വിചാരിക്കും. ഞാനിപ്പോ ചുമ്മാ ഇതിനെ മുകളിൽ താഴെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്തായിട്ട് മാറും? അത് -4/6 എന്നായിട്ട് മാറി ഇല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഇവിടെ -2/3 എന്ന് പറഞ്ഞാലും -4/6 എന്ന് പറഞ്ഞാലും ഇക്വാലന്റ് റാഷണൽ നമ്പർ ആണ്. എന്ന് പറഞ്ഞാല് ഒരു റാഷണൽ നമ്പറിനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു നമ്പർ കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് പുതിയൊരു റാഷണൽ നമ്പർ കിട്ടും ഇല്ലേ? കിട്ടി. ആ പുതിയ റാഷണൽ നമ്പറും നമ്മൾ ആദ്യത്തെ റാഷണൽ നമ്പർ എന്തായിരിക്കും? ഇക്വലന്റ് ആയിരിക്കും. കാരണം മുകളിൽ താഴെ ഞാൻ ഒരേ നമ്പർ കൊണ്ട് തന്നെയാണ് മൾട്ടിപ്ലൈ ചെയ്തത്. എനിക്ക് ഈ 2 തന്നെ ആവണമെന്നൊന്നുമില്ല, വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് നോക്കി, ഇവിടെ -2/3 ആയിരുന്നു അല്ലെ. -2/3 ഞാൻ ഏത് നമ്പർ കൊണ്ടാണെന്നറിയോ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്? ഞാനിപ്പോ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്തായിട്ട് മാറും? -10/15 എന്നായിട്ട് മാറിയിട്ടുണ്ടാവും അല്ലെ. -10/15. അപ്പൊ നോക്കിക്കേ, ഈ -10/15 എന്ന് പറഞ്ഞാലും അതേപോലെ -2/3 എന്ന് പറഞ്ഞാലും ഇക്വാലന്റ് റാഷണൽ നമ്പറാ. മോളും താഴെ ഞാൻ ഒരേ നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പൊ ഈ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ ഇക്വാലന്റ് റാഷണൽ നമ്പർ ഉണ്ടാവുള്ളൂ? അങ്ങനെയുള്ള ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ലേ? ഇവിടെ നമ്മൾ കുഞ്ഞു റാഷണൽ നമ്പറിനെ വലുതാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. പക്ഷെ എന്റെ കയ്യിൽ വലിയൊരു റാഷണൽ നമ്പർ ആണെന്ന് വിചാരിച്ചോ. വലിയ റാഷണൽ നമ്പർ എന്ന് വെച്ചാൽ ഇപ്പൊ -10/15 എന്ന് പറഞ്ഞ വലിയൊരു റാഷണൽ നമ്പർ തന്നു. ഞാൻ അതിനെ ചുമ്മാ ഒരു 5 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്തു. ശ്രദ്ധിക്കുക, ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നോക്കിക്കേ, ഞാൻ ഇതിനെ 2 ഭാഗത്തും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് എത്ര കിട്ടും? -2/3 എന്ന് ചെറുതായി വന്നു. കണ്ടോ, അത് ചെറുതായി വന്നു. അപ്പൊ നോക്കിക്കേ, ഇവിടെ -10/15 എന്ന് പറഞ്ഞാലും -2/3 എന്ന് പറഞ്ഞാലും ഇക്വാലന്റ് റാഷണൽ നമ്പർ ആണ്. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നുകിൽ ഒരേ നമ്പർ കൊണ്ട് മുകളിലും താഴെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്താലോ ഡിവൈഡ് ചെയ്താലോ നിങ്ങൾക്കൊരു പുതിയ റാഷണൽ നമ്പർ ക്രിയേറ്റ് ചെയ്യും. ആ പുതിയ റാഷണൽ നമ്പറും ആദ്യത്തെ റാഷണൽ നമ്പറും എന്തായിരിക്കും? ഇക്വാലന്റ് ആയിരിക്കും. ഒരേ ആൾക്കാരായിരിക്കും, ഒരേ സ്വഭാവക്കാരായിരിക്കും. അപ്പൊ ഒരു നമ്പർ കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്, -12/24. ഞാൻ 2 നമ്പറിനെയും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 12 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്തു. 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? 12 ഒരു തവണ പോകില്ലേ? അപ്പൊ -1/2 എന്ന് വരും. അപ്പൊ നോക്കിക്കേ, -12/24 എന്ന് പറഞ്ഞാലും -1/2 എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഞാൻ ഇതിനൊന്ന് ചെറുതാക്കിയേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു വലിയ റാഷണൽ നമ്പറിനെ കുഞ്ഞു റാഷണൽ നമ്പർ ആക്കി, ഒരേ സ്വഭാവമുള്ള. അപ്പൊ ഈ ഒരു രീതിയിലുള്ള റാഷണൽ നമ്പേഴ്സിനെയാണ് ഇക്വാലന്റ് റാഷണൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ ആണ് നമുക്ക് ഇക്വാലന്റ് റാഷണൽ നമ്പർ പഠിക്കാൻ. ഈ റാഷണൽ നമ്പർ എന്നുള്ള ചാപ്റ്ററിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. നമ്പർ ലൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ട് എന്റെ മക്കൾ എന്ത് ചെയ്യുക? കുറച്ച് നമ്പേഴ്സ് ഒക്കെ എടുത്തിട്ട് ഇക്വാലന്റ് റാഷണൽ നമ്പർ കിട്ടുന്നുണ്ടോ എന്നുള്ള രീതിയിൽ അത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പൊ എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ, റാഷണൽ നമ്പർ മാത്രമല്ല നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും ഒക്കെ ആയിട്ട് മിസ് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സീ യു.